ഒരു നാട്ടില് ഒരു ഫക്കീറും കുടുംബവും താമസിച്ചിരുന്നു. ഒരു മുഹറം 10 അവരെല്ലാവരും നോമ്പനുഷ്ഠിച്ചു. നോമ്പ് തുറക്കാനുള്ള ഒരു വസ്തുവും ആ വീട്ടിലുണ്ടായിട്ടില്ല. അങ്ങനെ ആ വീട്ടിലെ കുടുംബനാഥൻ നോമ്പ് തുറക്കാനുള്ള വസ്തുവും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അദ്ദേഹം നിരാശനായി ഒന്നും കിട്ടാതെയാണ് മടങ്ങിയത്. അങ്ങനെ അടുത്തുള്ള അങ്ങാടിയിലേക്ക് ചെന്നു. അവിടെ സ്വർണം വെള്ളി പാത്രങ്ങൾ വിൽക്കുന്ന ഒരു മുസ്ലിമായ ഒരു സഹോദരനൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൃത്തെ, ഇന്നത്തെ ദിവസത്തിന്റെ മഹത്വം മാനിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു ദിർഹം കടം തരുമോ? നോമ്പ് തുറക്കാനുള്ള ഒരു വസ്തുവും എന്റെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ആ വ്യാപാരി, ആ ജ്വല്ലറിക്കാരൻ, സ്വർണ്ണ വെള്ളി കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ ആവശ്യം നിരസിച്ചു. അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റിയില്ല. വലിയ സങ്കടം നിറഞ്ഞ മനസ്സുമായി അയാൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു യഹൂദിയായ മനുഷ്യൻ അദ്ദേഹത്തിന് കാണാനിടയായി. ഈ യഹൂദിയായ മനുഷ്യൻ ഫക്കീറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളെ മുഖം കാണുമ്പോൾ വല്ലാത്ത വിഷമം പോലെയുണ്ടല്ലോ, എന്താ നിങ്ങളുടെ വിഷയമെന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് യഹൂദി ചോദിച്ചു. ആ ജൂതനായ ആൾ ചോദിച്ചു. അപ്പൊ ഈ മുസ്ലിമായ ആൾ പറഞ്ഞു, ഒരുപാട് പ്രത്യേകതകളുള്ള മുഹറം 10 മഹത്വങ്ങൾ ഈ ഫക്കീറായ പാവപ്പെട്ട മനുഷ്യൻ അയാൾക്ക് ഇങ്ങനെ വിവരിച്ചു കൊടുത്തു. അങ്ങനെ ആ മുസ്ലിമായ വ്യക്തി അഥവാ യഹൂദിയായ മനുഷ്യൻ ആ ദിവസത്തിന്റെ ബഹുമാനങ്ങളൊക്കെ കേട്ടപ്പോൾ ഇത് മുസ്ലിമീങ്ങളുടെ ഒരു പവിത്രത നിറഞ്ഞ ഒരു മാസമാണല്ലോ, ഒരു ദിവസമാണല്ലോ എന്ന് മനസ്സിലാക്കി ഒരു 10 ദിർഹം എടുത്തുകൊണ്ട് ഈ യഹൂദിയായ മനുഷ്യൻ ഈ മുസ്ലിമായ ഫക്കീറായ ആൾക്ക് കൊടുത്തു. സന്തോഷത്തോടെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഈ മുസ്ലിമായ മനുഷ്യൻ അതാ ഒരു മുതലാളി ഒരു സ്വപ്നം കാണുകയാണ്. അദ്ദേഹം ആ ദിവസം രാത്രി അമുസ്ലിമായ ആ മുതലാളി വലിയൊരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം കാണുന്നത്? ഖിയാമത്ത് നാളിൽ അയാള് അതാ ദാഹിച്ചവശനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരാ സ്വപ്നം കാണുന്നത്? ആ മുസ്ലിമായ ആളാണ്. ആദ്യം ഈ ഫക്കീറായ മനുഷ്യൻ ഈ സ്വർണ്ണ വ്യാപാരിയുടെ അരികിൽ പോയി. അവൻ സ്വർണ്ണ വ്യാപാരി ഒന്നും കൊടുത്തില്ല. ഈ സ്വർണ്ണ വ്യാപാരിയായ മനുഷ്യൻ ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം കാണുന്നത്? അതാ ഖിയാമത്ത് നാളിൽ അയാൾ ദാഹിച്ച് അവശനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ഓട്ടത്തിനിടയിൽ ഒരു വെളുത്ത രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ച ഒരു മണിമാളിക അദ്ദേഹത്തിന് കാണാനിടയായി. അയാൾ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നവരെ, എനിക്കൊരൽപ്പം വെള്ളം നിങ്ങൾ കുടിക്കാൻ തരൂ. അപ്പോൾ ആ കൊട്ടാരത്തിൽ നിന്നും വിളിച്ചു പറയുന്ന അയാൾ കേട്ടു, ഈ മണിമാളിക ഇന്നലെ വരെ നിങ്ങളുടേതായിരുന്നു. പക്ഷേ നിങ്ങൾക്കരികിൽ ഒരു പാവപ്പെട്ട ഫക്കീറായ ഒരു മനുഷ്യൻ വന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിച്ച് ഒന്നും കൊടുക്കാതെ അദ്ദേഹത്തിന് നിങ്ങൾ ആട്ടിയൊടിച്ചില്ലേ? അതോടുകൂടെ ഈ കൊട്ടാരത്തിന്റെ മുകളിലുണ്ടായിരുന്ന നിങ്ങളുടെ പേര്, നിങ്ങളുടെ നാമം മായ്ക്കപ്പെടുകയും ആ ഫക്കീറിന് 10 ദിർഹം ചെയ്ത യഹൂദിയുടെ നാമം നിങ്ങളുടെ നാമത്തിന് പകരം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു, എഴുതപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് അയാൾ ഉറക്കത്തിൽ ഉണർന്നു. ഇദ്ദേഹം ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടി ആ യഹൂദിയുടെ അരികിലെത്തി. അദ്ദേഹം അയാളോട് പറഞ്ഞു, അല്ലയോ സഹോദര, നമ്മൾ അയൽവാസികളല്ലേ? രണ്ടുപേരും അയൽവാസികളാണ്. ഈ മുസ്ലിമായ മനുഷ്യൻ യഹൂദിയാളോട് പോയി പറയാം, നമ്മൾ അയൽവാസികളല്ലേ, എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എന്നോടും കടപ്പാടുണ്ടല്ലോ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ ഉപകാരം ചെയ്യേണ്ടത്? കാര്യം അന്വേഷിച്ചു. ഞാൻ നിങ്ങൾക്കൊരു 100 ദിർഹം തരാം, പകരം നിങ്ങൾ ഇന്നലെ ആ ഫക്കീറിന് നൽകിയ 10 ദിർഹമിന്റെ പ്രതിഫലം എനിക്ക് വിട്ടുതരുമോ? നിങ്ങളൊരു 10 ദിർഹം കൊടുത്തപ്പോ നിങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം വലിയ രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ കൊട്ടാരമാണ്. അത് എനിക്ക് നിങ്ങൾ വിട്ടുതരുമോ? നിങ്ങൾക്ക് ഞാൻ 100 ദിർഹം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യഹൂദി പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങൾ 100 അല്ല, 1,00,000 ദിർഹം എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങൾക്കത് വിട്ടുതരൂല. മാത്രമല്ല ആ മണിമാളികയിൽ നിങ്ങളെ കയറ്റുക പോലുമില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് നോ എൻട്രി ആണ്, പ്രവേശനമില്ല. ഈ യഹൂദിയായ മനുഷ്യൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ വിവരം എങ്ങനെ ലഭിച്ചു? മുതലാളിയായ മനുഷ്യൻ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഈ വിവരം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? യഹൂദിയോട് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി? അപ്പോൾ ആ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയിച്ചു തന്ന അല്ലാഹു എനിക്കും അത് അറിയിച്ചു തന്നിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ചൊല്ലി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സഹോദരങ്ങളെ, വലിയൊരു പാഠം നമുക്കുണ്ട്. മുഹറം 10 അന്ന് ഒരു യഹൂദിക്ക് കിട്ടിയ വലിയ സ്ഥാനമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈമാന് കിട്ടിയ അദ്ദേഹത്തിന്. മറ്റൊന്ന്, ആ ഈമാന് കിട്ടിയതുപോലെ തന്നെ സ്വർഗത്തിൽ വലിയ മണിമാളിക അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അല്ലാഹു തആല കൊടുത്ത വലിയൊരു ഭാഗ്യം നോക്കി നിങ്ങൾ. എന്താ കാരണം? ഒരു 10 ദിർഹം, ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു 10 ദിർഹം അദ്ദേഹം കൊടുത്തു. എന്തിനാ കൊടുത്തത്? ഒരു മുഹറം മാസത്തിൽ നോമ്പ് തോറ്റ ആ വ്യക്തിക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു 10 ദിർഹം കൊടുത്തപ്പോൾ അല്ലാഹു തആല അതിന്റെ പ്രതിഫലം പകരം കൊടുത്തത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അത്രയും വലിയ മഹത്വം ഈ പരിശുദ്ധമായ മുഹറത്തിന്റെ 10 നോമ്പിനുണ്ട്, നോമ്പ് തുറപ്പിക്കുന്നവർക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹറത്തിന്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി നോമ്പനുഷ്ഠിച്ച് പ്രതിഫലങ്ങളൊക്കെ വാരിക്കൂട്ടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.